ഇന്നത്തെ ആരി ക്ലാസ്സിൽ ആരി വർക്ക് ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. ഒരു തുടക്കക്കാർക്ക് ആവശ്യമായ മെറ്റീരിയൽസാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ആരി നീഡിൽസിനെ പരിചയപ്പെടാം. സാധാരണ നമ്മൾ ഒന്നില്ലെങ്കിൽ അയേൺ നീഡിൽ, ഒന്നില്ലെങ്കിൽ അയേൺ നീഡിൽ, അല്ലെങ്കിൽ തുളിപ്പിൻ്റെ 40 നമ്പർ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ത്രെഡ് വർക്കുകൾ ചെയ്യുന്നത്. ആരി വർക്ക് ചെയ്യുന്നതിൻ്റെ ട്രഡീഷണൽ നീഡിലാണ് ഈ അയേൺ നീഡിൽ. അതിൽ ഈ നാരോ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ത്രെഡ് ബീഡ്സ് വർക്ക്, സീക്വൻസ് വർക്കൊക്കെ ചെയ്യുന്നത്. ഇത് വുഡൻ നീഡിലാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ബീഡ്സ്, സീക്വൻസ് ഇങ്ങനത്തെയൊക്കെ വർക്കുകൾ ചെയ്യാനായിട്ട് ഈ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ഈ തുളിപ്പിൻ്റെ 24, 23 നമ്പർ നീഡിലുകൾ ഉപയോഗിച്ചിട്ട് ഈ നീഡിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്പർ 24 അല്ലെങ്കിൽ 23 ഉപയോഗിച്ചിട്ടാണ് ബീഡ്സ് വർക്ക്, സീക്വൻസ് വർക്കുകളൊക്കെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇവിടെ കിട്ടുന്ന ഏത് നീഡിലാണോ കിട്ടുന്നത് അതനുസരിച്ച് തുടക്കക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ളത് സിൽക്ക് ത്രെഡുകൾ. അത് പല കളറുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. തുടക്കക്കാരെപ്പോഴും നോർമൽ സീയിങ് ത്രെഡിൽ പഠിച്ചിട്ട് സിൽക്ക് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വേണ്ടതാണ് സെറി ത്രെഡ്. ഇത് ഗോൾഡൻ കളർ, കോപ്പർ കളർ, ഇങ്ങനെ പല കളറിലും സിൽവർ കളർ ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. സാധാരണ നമ്മൾ ഗോൾഡൻ ത്രെഡും കോപ്പർ കളറും സിൽവർ കളറൊക്കെ ഉപയോഗിച്ചിട്ടാണ് സെറി ത്രെഡിൽ വർക്ക് ചെയ്യുന്നത്. പിന്നീട് ആവശ്യമുള്ളതാണ് ക്ലോത്ത് നമ്മളെപ്പോഴും കോട്ടൺ ക്ലോത്തിൽ ചെയ്ത് പഠിക്കുന്നതാണ് തുടക്കക്കാർക്ക് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ പോപ്ലിൻ ക്ലോത്തിലായാലും നമുക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. പിന്നീട് ആവശ്യമായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് എംബ്രോയ്ഡറി ഫ്രെയിം. അത് 18 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ആരി ഫ്രെയിമിൽ ഇത് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് ആരി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ്. ഇതിൽ ഈ എംബ്രോയ്ഡറി ഫ്രെയിം ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിലെങ്ങനെയാണ് ക്ലോത്ത് ഈ ഫ്രെയിമിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആരി വർക്ക് നമുക്ക് ഈ ടൈപ്പ് സ്റ്റാൻഡിലും ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ഫ്രെയിമിൻ്റെ ആവശ്യമില്ല. ഈ ഫ്രെയിമിൽ തന്നെ ക്ലോത്ത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു ഗുണം, നമുക്ക് ചെയറിലിരുന്ന് നമ്മളുടെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ആരി മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ഇടുന്നതാണ്.